ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥങ്ങളുടെ വായനയാണ്. ഇന്ന് ദിവസം 97. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ജൂലൈ 3, 1987, 357. എൻ്റെ സമയം സമാഗതമായി. എൻ്റെ വത്സലസുതരെ, ഈ സമയകാലത്ത് നിങ്ങൾ എന്നെ എന്തുമാത്രം സ്വാന്തനപ്പെടുത്തി. കൂടാതെ എന്തുമാത്രം മുള്ളുകളാണ് നിങ്ങൾ എൻ്റെ ശോകാകുലമായ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റിയത്. നിങ്ങൾക്ക് എന്നെ വഹിച്ചുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കണമായിരുന്നു. അതെ, നിങ്ങൾക്കെന്നെ ആദരിക്കണമായിരുന്നു. ഞാൻ നിങ്ങളിൽ മന്ദഹാസം പൊഴിച്ചു. നിങ്ങൾ എന്നെ വളരെയേറെ സ്വാന്തനപ്പെടുത്തി. എൻ്റെ സുതൻ യേശു എൻ്റെ വിമല ഹൃദയത്തിലെ വളരെയേറെ മുറിവുകളിൽ നിങ്ങളുടെ സ്നേഹമാകുന്ന പരിമള തൈലം പൂശി. ഒരമ്മ എന്ന നിലയിൽ ഈ സായാഹ്നകാലത്ത് എനിക്ക് നിങ്ങളോട് നന്ദി പ്രകടമാക്കേണ്ടതുണ്ട്. നിങ്ങളിൽ പലരും വിവിധ രാജ്യങ്ങളിൽ നിന്നും ഒരു നീണ്ട യാത്രയ്ക്കു ശേഷം വന്നെത്തിയവരാണ്. നിങ്ങളിവിടെ വരുകയും നിങ്ങളുടെ പ്രാർത്ഥനകളാകുന്ന ഭക്ത്യാദരങ്ങളും നിങ്ങളുടെ ശിശുസഹജമായ സ്നേഹവും നിങ്ങളുടെ വൈദിക സഹോദര നിർവിശേഷകരമായ പങ്കുവെപ്പും നിങ്ങളുടെ പ്രായശ്ചിത്തവും എനിക്ക് സമർപ്പിക്കുകയും ചെയ്തു. പ്രായശ്ചിത്തത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും അരൂപിയിൽ നിങ്ങളുടെ ആധ്യാത്മികാഭ്യാസങ്ങൾ അല്പം കൂടി ഭാരിച്ചതാക്കി തീർക്കുന്നു. ഈ ചൂട് സമർപ്പിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാകണം. എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ എന്നെ സ്വാന്തനപ്പെടുത്തി. ആർദ്രതയും ആനന്ദവും കൊണ്ട് എൻ്റെ ഹൃദയം കുതിച്ചു ചാടുന്നു. നിങ്ങൾ എൻ്റെ വിമല ഹൃദയം ശോകസാന്ദ്രവുമായ ഹൃദയത്തിലെ വളരെയേറെ മുറിവുകൾ പുരട്ടിയ പുത്രയോഗമായ നിങ്ങളുടെ പരിമള തൈലത്തിന് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട്. നിങ്ങളെ എന്തിനാണ് ഒരിക്കൽ കൂടി ഞാൻ ഇവിടേക്ക് വിളിച്ചത്? എന്തിന്? എനിക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മരിയ വർഷത്തിൽ എൻ്റെ മനസ്സിൽ താലോലിക്കുന്ന ഒരു ആശ, നിങ്ങളുടെ ദുഷ്കരമായ യാത്രയിൽ സഹയാത്ര ചെയ്യുന്ന വളരെയേറെ നിലനിൽക്കുന്ന ഒരു ആശ, തൻ്റെ മക്കളെക്കൊണ്ട് ശുപാർശ ചെയ്യിക്കാൻ അവരെ ഒന്നു ചേർക്കുന്ന ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് നിങ്ങളെ ആവശ്യമാണ്. എൻ്റെ സമയം സമാഗതമായി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇവയാണ് എൻ്റെ സമയം. അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും ഇത്രയ്ക്ക് സാധാരണമായിട്ടില്ലാത്ത ഈ സെനക്കിളിലേക്ക് ഞാൻ നിങ്ങളെ വിളിച്ചു. അവ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിലേക്കും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചിതറിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ സഹോദരരുടെ ഹൃദയത്തിലേക്കും നിർഗളിക്കപ്പെടുന്നു. അവ സഭയുടെ മേലും മുഴുവൻ മാനവവംശത്തിൻ്റെ മേലും നിർഗളിക്കുന്നു. ഒരു സാധാരണ മരിയ വർഷം പ്രഖ്യാപനത്തോടുകൂടിയ ഈ വത്സരം എനിക്ക് പ്രതിഷ്ഠിക്കുവാൻ എൻ്റെ പരിശുദ്ധ പിതാവ് എന്തുകൊണ്ട് ആഗ്രഹിച്ചു? അതിലൂടെ മുഴുവൻ സഭയും എന്നിലേക്ക് നോക്കുവാൻ, എന്നെ ശ്രവിക്കുവാൻ, എന്നെ ആദരിക്കുവാൻ, എന്നെ അനുവാദനം ചെയ്യുവാൻ, എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സങ്കേതത്തിലണയുവാൻ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ സമയം വന്നെത്തിയിരിക്കുന്നു. ആ വത്സരം പോലെ
ശക്തവും അധികാരകരവുമായ വിധത്തിൽ നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ യാമങ്ങൾ തുടങ്ങും. എൻ്റെ ശക്തമായ മുന്നറിയിപ്പിൻ്റെ സമയങ്ങളാണിവ. മടങ്ങിവരൂ, ഓ ദുഷിച്ചതും അകന്നിരിക്കുന്നതുമായ മനുഷ്യവംശമേ, മാനസാന്തരത്തിൻ്റെ വീഥിയിലൂടെ മടങ്ങിവരികയും നിങ്ങളുടെ രക്ഷയുടെ കർത്താവിലേക്ക് തിരിയുകയും ചെയ്യുക. എൻ്റെ മഹത്വമായ താക്കീതിൻ്റെ സമയങ്ങളാണിവ. കൂടാതെ നിങ്ങൾ ഇവിടെയിരിക്കുന്നത് എനിക്ക് നിങ്ങളെ എൻ്റെ അഭ്യർത്ഥനയുടെ ഉപകരണങ്ങളാക്കി തീർക്കുവാനാണ്. നിങ്ങൾ ഈ പർവ്വതത്തിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ തിരികെ പോകുന്ന എല്ലാ രാജ്യങ്ങളിലും ആരെയെല്ലാം കണ്ടെത്തുന്നുവോ അവരോട് മാതൃസഹജമായ ഉത്കണ്ഠാപൂരിതവും അടിയന്തരീയവുമായ എൻ്റെ ഈ സന്ദേശം പ്രഖ്യാപനം ചെയ്യുകയും വിവരിക്കുകയും ചെയ്യുക. രക്ഷയുടെയും സമാധാനത്തിൻ്റെയും ദൈവത്തിലേക്ക് ഉടനെ തിരിച്ചുവരിക. ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കർത്താവിലേക്ക് തിരിച്ചുവരവിൻ്റെ വീഥിയിലൂടെ നടക്കുക. വത്സലസുതരേ, എൻ്റെ വചനം പ്രഘോഷിക്കുവാനും ശബ്ദവും സഹായിക്കുവാനും കരങ്ങളും ലോകത്തിൻ്റെ എല്ലാ പാതകളിലൂടെയും സഞ്ചരിക്കുവാനും പാദങ്ങൾ എനിക്കാവശ്യമാണ്. എൻ്റെ ഈ അടിയന്തര സന്ദേശം ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഉടനെ എത്തിച്ചേരേണ്ടത് എൻ്റെ ആവശ്യമാണ്. നിങ്ങൾ തീർച്ചയായും എൻ്റെ സന്ദേശവാഹകരാകണം. തിരിച്ചുവരുവാനുള്ള പരിഗണനാർഹമായ ഈ ക്ഷണത്തെക്കുറിച്ച് എല്ലായിടത്തും പ്രഘോഷിക്കുക. ഇവയാണ് ഉഗ്രപീഠത്തിൻ്റെ സമയം. ദിവ്യനീതിയുടെ കാസ നിറഞ്ഞിരിക്കുന്നു, വളരെ നിറഞ്ഞിരിക്കുന്നു, തൂവിത്തുളുമ്പുന്നു. അധാർമ്മികതയാൽ ഭൂമി മറയ്ക്കപ്പെട്ടിരിക്കുന്നു. മതത്യാഗത്തിൻ്റെയും പാപത്തിൻ്റെയും പടർച്ച മൂലം സഭ അന്ധകാരവൃതമാകപ്പെട്ടിരിക്കുന്നു. കർത്താവ് തൻ്റെ കാരുണ്യത്തിൻ്റെ മഹത്തായ വിജയത്തിനായി നീതിയുടെയും സ്നേഹത്തിൻ്റെയും ശക്തമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ പവിത്രീകരിക്കും. ഏറ്റവും വേദനാത്മകവും ഏറ്റവും നിണപൂരിതവുമായ മണിക്കൂറുകൾ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കരുതുന്നതിനേക്കാൾ ചാരെയാണ് ഈ സമയം. മരിയ വത്സരത്തിൽ ഞാൻ ഫാത്തിമായിൽ മുൻകൂട്ടി പറഞ്ഞ, മെഡ്ജുഗോറിയയിൽ കുട്ടികളോട് ഞാൻ രഹസ്യമായി പറഞ്ഞ ചില മഹത് സംഭവങ്ങൾ അരങ്ങേറും. അതുകൊണ്ട് എൻ്റെ വിമലഹൃദയ സങ്കേതത്തിലേക്ക് എൻ്റെ എല്ലാ മക്കളെയും കൂട്ടിക്കൊണ്ടുവരിക. അവരെ വിളിക്കുക, അവരെ കരങ്ങളിൽ വഹിക്കുക. ഒരാളെയും മറന്നുപോകരുത്. പ്രിയമക്കളെ, നിങ്ങളുടെ വിധിയിൽ നിന്ന് ദൂരെയായിരിക്കുന്നവരെയും ഏറ്റവും നിസ്സാരരെയും ദരിദ്രരെയും പരിത്യജിക്കപ്പെട്ടവരെയും പീഡിപ്പിക്കപ്പെടുന്നവരെയും പാപികളെയും മദ്യപാനികളെയും സാത്താൻ്റെ ഭരണത്തിന് ബലിയാടുകളാകപ്പെട്ടവരെയും വീക്ഷിക്കുക. എൻ്റെ എല്ലാ മക്കളെയും എനിക്ക് രക്ഷിക്കണം. എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിലൂടെ എനിക്കവരെ രക്ഷിക്കണം. ഉഗ്രപീഡനത്തിൻ്റെ സമയത്ത് അവരെ സംരക്ഷിക്കുകയും പരിശുദ്ധി പാലിക്കുകയും ചെയ്യണം. അവരെ സഹായിക്കുകയും
സാന്ത്വനപ്പെടുത്തുകയും ചെയ്യണം. സർവ്വദേശത്തും പോയി ബലഹീനരെയും ഏറ്റവും നിസ്സാരരെയും ഏറ്റവും ലോലമായവരെയും വളരെയേറെ വേദനിക്കുന്നവരെയും വളരെയേറെ അകന്നിരിക്കുന്നവരെയും നഷ്ടപ്പെട്ടവരെയും ഒന്നിപ്പിക്കാനുള്ള എൻ്റെ യാചനകളുടെ സ്വരം എന്തുകൊണ്ടാണ് ഈ സമയകാലത്ത് നിങ്ങൾ ശ്രവിക്കുന്നില്ല? അവരെയെല്ലാം എന്നിലേക്കടുപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ എൻ്റെ വിമലഹൃദയ സംരക്ഷിത സങ്കേതത്തിലേക്ക് അവരെയെല്ലാം എനിക്ക് വേണം. ഇവയാണ് എൻ്റെ മഹത്തായ തിരിച്ചുവരവിൻ്റെ സമയം. അതെ, ഉഗ്രപീഡനത്തിൻ്റെ മണിക്കൂറുകൾക്കു ശേഷം എല്ലാം പൂത്തുതളിർക്കുകയും മഹത്തായ പുനർജനിയുടെ മണിക്കൂറുകൾ ആഗതമാവുകയും ചെയ്യും. മനുഷ്യവംശം വീണ്ടും ഒരു പുതിയ ജീവൻ്റെ സൗന്ദര്യത്തിൻ്റെയും വൃന്ദാവനമാവുകയും സഭ സത്യത്താൽ പ്രജ്വലിക്കുന്ന കുടുംബമാവുകയും വരദാനങ്ങളാൽ പരിശോഭിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ സാന്ത്വനിപ്പിക്കപ്പെടുകയും ചെയ്യും. യേശു തൻ്റെ ഉത്കൃഷ്ടഭരണം വീണ്ടെടുക്കും. അവൻ നിങ്ങളോടൊപ്പം വസിക്കുകയും നിങ്ങൾ പുതിയ യുഗവും പുതുയാമവും അറിയുകയും ചെയ്യും. അവസാനം നിങ്ങൾ ഒരു നൂതന ഭൂമിയും നൂതന സ്വർഗവും ദർശിക്കുകയും ചെയ്യും. ഇവയാണ് മഹാകാരുണ്യത്തിൻ്റെ യാമങ്ങൾ. ഈ അവശമനുഷ്യവംശത്തിനുമേൽ എൻ്റെ ശാശ്വതമായ സ്നേഹാമൃതം പൊഴിക്കുവാൻ പിതാവ് ഉത്കണ്ഠമായ ആവേശത്താൽ ഹർഷപൂരിതനാവുന്നു. ദിവ്യകരസ്പർശം ആഴമായി ദൃശ്യമാകുന്ന ഒരു പുതിയ സൃഷ്ടിയെ എല്ലാവരും ആനന്ദഹർഷത്തോടെ എൻ്റെ പിതൃത്വത്തെ മഹത്വപ്പെടുത്തുകയും സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഒരു പുതിയ സൃഷ്ടിയെ പിതാവ് തൻ്റെ കരങ്ങളാൽ മെനഞ്ഞെടുക്കും. എല്ലാവരാലും മഹത്വീകരിക്കപ്പെട്ട പിതാവിൻ്റെ സ്നേഹമായിരിക്കും ഈ പുതിയ സൃഷ്ടിയുടെ സ്പന്ദങ്ങൾ. അപ്പോൾ എല്ലായിടത്തും ഒരു പുരോഗമനാത്മകമായ പൂർണ്ണവിതയിൽ ജീവിക്കുന്ന ശാശ്വതമായ നീരുറവയുടെ ജലധാര പോലെ തൻ്റെ ദിവ്യസ്നേഹത്തിൻ്റെ പൂർണിമ വ്യാപിക്കും. യേശു ഭരണം നടത്തും. അവർക്കു വേണ്ടി എല്ലാം മെനയപ്പെട്ടുവോ? ആ യേശു, അവതാരം ചെയ്തവനായ യേശു, നിങ്ങളുടെ സഹോദരനായി തീർന്ന യേശു, നിങ്ങളോടൊപ്പം വസിച്ച യേശു, മനുഷ്യവംശത്തെ വീണ്ടെടുക്കുകയും ഒരു നൂതന സൃഷ്ടിയാവുകയും അതിലൂടെ തൻ്റെ ഭരണം പടിപടിയായി ഹൃദയങ്ങളിലും ആത്മാവിലും വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും ഉന്നതമാക്കുവാൻ പീഡകൾ സഹിക്കുകയും കുരിശിൽ മരിക്കുകയും ചെയ്ത യേശു, ഭൂമിയിൽ ദൈവത്തിൻ്റെ നിർവഹണം ആവഹിക്കുവാനുള്ള പ്രാർത്ഥന നിങ്ങളെ പഠിപ്പിച്ച യേശു, തൻ്റെ ഈ അഭ്യർത്ഥന പരിപൂർണമാക്കപ്പെടുന്നത് ദർശിക്കും. എന്തെന്നാൽ അവൻ തൻ്റെ ഭരണം വീണ്ടെടുക്കുകയും ക്രിസ്തുവിനെ എല്ലാവരും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ഒരു നൂതന വൃന്ദാവനമായിത്തീരുന്ന സൃഷ്ടികൾ
ഇത് വരദാനങ്ങളുടെയും സൗന്ദര്യത്തിൻ്റെയും ഒന്നിപ്പിൻ്റെയും ഐക്യത്തിൻ്റെയും പവിത്രതയുടെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും ഒരു സാർവത്രിക ഭരണമായിരിക്കും. സ്നേഹത്തിൻ്റെ പ്രോജ്വലനാളമായി മഹാകാരുണ്യം നിങ്ങളിലേക്ക് വരുകയും പിതാവിനാലും പുത്രനാലും നിങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ വീണ്ടെടുക്കുകയും അതിലൂടെ ഞാൻ മഹത്വീകരിക്കപ്പെടുന്നുവെന്ന് കർത്താവായ യേശുവിന് ബോധ്യപ്പെടുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് ജ്വാലയുടെ രൂപത്തിൽ ഇറങ്ങിവരും. തൻ്റെ ആദ്യാത്മകമനത്തിൽ നിന്ന് വ്യക്തിസ്വതമായ രൂപത്തിൽ എല്ലാം അഗ്നിശുദ്ധി വരുത്തുകയും പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ജ്വാലയായിരിക്കുമിത്. ഭൂമിയുടെ അടിസ്ഥാനം മുതൽ പവിത്രീകരിക്കുകയും പരിണമിപ്പിക്കുകയും ചെയ്യുമിത്. ഇത് ഒരു പുതിയ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് ഹൃദയങ്ങളെ തുറക്കുകയും പവിത്രതയുടെയും വരദാനങ്ങളുടെയും പൂർണ്ണതയിലേക്ക് ആത്മാവികളെ നയിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ മുമ്പൊരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത്രയ്ക്ക് പൂർണ്ണമായ പവിത്രതയും മഹത്തമായ സ്നേഹവും നിങ്ങൾ അറിയും. പിതാവിൻ്റെയും പുത്രൻ്റെയും ഉത്കൃഷ്ടമായ സ്നേഹത്തിനു വേണ്ടി എല്ലാവരെയും സ്വീകരിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവ് മഹത്വീകരിക്കപ്പെടും. ഇവയാണ് മഹാകാരുണ്യത്തിൻ്റെ നിമിഷങ്ങൾ. അതുകൊണ്ട് അവ എൻ്റെ വിമല ഹൃദയത്തിൽ പൂർണ്ണ വിജയത്തിൻ്റെ നിമിഷങ്ങളാണ്. ഇതിനു വേണ്ടിയാണ് നിങ്ങളെ വീണ്ടും ഇവിടേക്ക് ഞാൻ കൊണ്ടുവന്നത്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ സന്ദേശത്തിൻ്റെ സുവിശേഷകരുമായി ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സനക്കിളിൽ എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്ന എൻ്റെ സമർത്ഥമായ അഭ്യർത്ഥന നിങ്ങൾ ഭൂമിയുടെ എല്ലാ ഭാഗത്തിലും എത്തിക്കുക. വാതിൽ പടിയിൽ എത്തി നിൽക്കുന്ന പുതിയ യുഗത്തിൽ ജീവിക്കുവാൻ നിങ്ങളെ തന്നെ ഒരുക്കുക. നിങ്ങൾ തരണം ചെയ്യേണ്ടി വരുന്ന പ്രയാസങ്ങളാൽ നഷ്ടധൈര്യരാവരുത്. ഞാനാണ് നിങ്ങളുടെ സ്വസ്ഥത ആശ്വാസദായകമായ അമ്മയായിരിക്കുന്നു ഞാൻ. ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളെയും നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളെയും വളരെ അകലത്തായിരിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരാളെയും ഉപേക്ഷിക്കരുത്. ഒന്നിച്ച് എന്നിലേക്ക് വരിക. എന്തെന്നാൽ ഞാൻ എല്ലാവരുടെയും അമ്മയാകുന്നു. എൻ്റെ എല്ലാ മക്കളെയും എൻ്റെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കുവാൻ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ നിങ്ങളിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരോട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു.